ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എസ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. പക്ഷേ ഹോണ്ട എന്ന് വെച്ചാൽ മിഡിലായാലും ബേസ് ആയാലും ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുക്കുന്ന ഒരു വാഹനമാണ്. എങ്ങനെ പേഴ്സണലി ഓടിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനം? ഓടിച്ചിട്ടുണ്ട്. എങ്ങനെ ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ സുഖമാണോ? 1 ലിറ്ററിൻ്റെ ആയതൊരു ലാഗ്, ചെറിയൊരു ലാഗ് ഉണ്ട്. അതേ ഉള്ളൂ. 2022 സ്പോർട്സ് 40,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഇത്. വാഹനം ഓൾറെഡി ഇതിനകത്ത് അലോയ്സ് വരും, പക്ഷേ അവർ മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ണൂർ കാർ ആൻഡ് ബൈക്കിൽ വന്നിരിക്കുകയാണ്. പതിയിൽ നമ്മുടെ കൂടെ ഉണ്ട്. എന്താ പതിയില്ല പുതിയ വിശേഷങ്ങൾ? കുറച്ച് ലാഗായി തോന്നല്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്? കുറച്ച് ടൈം കഴിഞ്ഞു പോയി അല്ലേ? നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് കൂടെ ലഭ്യമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് വണ്ടികൾ എടുത്തിട്ട് കാണിക്കാം അല്ലേ? നമുക്ക് എസ്യുവും സെഡാനും എല്ലാം നോക്കി ചെയ്യാം. എല്ലാ കാറ്റഗറിയിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് കാണിച്ചു. ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ തോട്ടം SM കോളേജിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ. റോഡ് സൈഡിൽ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വേറെയും നമ്മൾ കാണിക്കുന്ന വണ്ടികൾ മാത്രമല്ല, വേറെയും കളക്ഷൻസ് ഒക്കെ തന്നെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ സ്ക്രീനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഇവിടുന്ന് ഇവർ അയച്ചു തരും. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഏത് വണ്ടിയുടെ വരുന്ന വെച്ചാൽ അയച്ചു തരും. 2 വർഷം വാറണ്ടി, 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റ്, ഓൾ ഇന്ത്യ ലെവലിൽ ലഭിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞ് വരുന്ന വാഹനങ്ങളാണ്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സർട്ടിഫൈഡ് വാഹനങ്ങളാണല്ലേ? ഓക്കെ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിൽ പോകാം. ഓക്കെ, നല്ല വെയിലാണ്. അസ്തമനത്തിൻ്റെ വെയിൽ ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കാനല്ലേ ഡയറക്റ്റ്. ഓക്കെ, ഇത് KL 59 രജിസ്ട്രേഷൻ വരുന്ന, അതായത് കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടയുടെ വെന്യൂ ആണ് അല്ലേ? എങ്ങനെ പതിയിലെ കാര്യങ്ങൾ? 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. അതിലേക്ക് പറയുകയാണെങ്കിൽ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു 3-3.5 വർഷം കൊണ്ട് വെറും 20,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ വരുന്നത് S ഓപ്ഷനാണ് വരുന്നത്. S ആണ്, മിഡിലായിട്ട് വരുന്ന ഓപ്ഷൻ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അതേപോലെ തന്നെ ഡിഫോഗർ, എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരും. ഓക്കെ, ബാക്കി ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഇതുവരെ ഉണ്ട്. മാർച്ചിൽ വാറണ്ടി, കമ്പനി വാറണ്ടി കഴിയാൻ പോകും. പിന്നെ നമ്മളെ വാറണ്ടി വരും, മാർച്ചിലാണ് കഴിയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും അല്ലേ? കമ്പനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് 750 കൊടുക്കാം. 7.5 ലക്ഷം രൂപയ്ക്ക്. മാനുവലാണ്. 7,50,000 രൂപയ്ക്ക് 2020 വെറും 20,000 കിലോമീറ്റർ ഓടി S ഓപ്ഷൻ ഹ്യുണ്ടായ് വെന്യൂ പെട്രോൾ വാഹനം സ്വന്തമാക്കാം. ഒരു 13-15 റേഞ്ച് മൈലേജ് കണക്കാക്കാൻ പറ്റൂല ഈ ഒരു വാഹനത്തിൽ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാണ്ടോ? വേറെ ഒന്നുമില്ലല്ലോ, ക്ലീൻ അല്ലേ? ക്ലീൻ വണ്ടിയാ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും കോമ്പാക്ട് SUV തന്നെ വന്നിരിക്കുകയാണ്. ടാറ്റ പഞ്ചാണ്, KL 65, തിരൂരങ്ങാടി രജിസ്ട്രേഷൻ, മലപ്പുറം ജില്ല. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കുന്ന ഓട്ടോമാറ്റിക് AMT. ഏതോ ഓപ്ഷൻ? ഇത് അഡ്വഞ്ചർ ആണ് അല്ലേ? മിഡിലായിട്ട് വരുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. അതായത് കോമ്പാക്ട് SUVയിൽ നെക്സോണിനേക്കാൾ താഴെ വരുന്ന സ്റ്റേജ് ആണ്. അതിൽ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് അല്ലേ വണ്ടി? ഒരു 14 ഉള്ളിലായിട്ട് മൈലേജ് പ്രതീക്ഷിക്കാം AMT ആയതുകൊണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ട്രാഫിക്കിലൊക്കെ ഈ ഒരു കോമ്പാക്ട് SUV കൊണ്ട് നടക്കുന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം ഒരു വാഹനം. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും? വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇതുവരെയുള്ള 25,000 കിലോമീറ്റർ ഓടിയ. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല? 11 11 മാസം 3 വർഷം കൊടുക്കണ്ടോ ടാറ്റ? അതോ 2 വർഷം? 3 വർഷം ഉണ്ടോ? 3 വർഷം വരുന്നില്ലല്ലോ, 2 വർഷമേ ഉള്ളൂ അല്ലേ? 3 വർഷം ഉണ്ടെങ്കിൽ ഈ വർഷം 11 മാസം ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇവരുടെ വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. RC എല്ലാം ലഭിക്കും. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഡിഫോഗർ, വൈപ്പർ അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? ബാക്ക് വൈപ്പർ, ഡിഫോഗർ ഒന്നും വരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഒരു 75-80% അടുത്ത ടയേഴ്സ് ഉണ്ട്. എത്ര കൊടുക്കാം നമുക്കിത്? 35 കൊടുക്കാം. 7,35,000 രൂപയ്ക്ക് 2021 ഓട്ടോമാറ്റിക് അഡ്വഞ്ചർ പഞ്ച് സ്വന്തമാക്കാം. ഓക്കെ, മാസം ലാസ്റ്റ് വരെ ഓഫർ ഉണ്ട്. എന്താണ്? 25K വരെ നമുക്ക് ഓഫർ കൊടുക്കാം. ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുന്നുണ്ട്. ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 2024 ലാസ്റ്റ് വരെ ഈ ഓഫർ ലഭിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് നോക്കിയിട്ട് 25,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, ലോൺ എത്ര കയറും? ഒരു 6-6.5 കയറും. ഇത് നമുക്കൊരു 6.25 ലോൺ ചെയ്യാം. 6.25 വരെ. നമ്മൾ നേരത്തെ കണ്ട വെന്യൂ നമുക്ക് മാക്സിമം 7 ലക്ഷം IDV ഉണ്ട് അതിന് ഉണ്ടല്ലേ? അത് മാക്സിമം കാർ ആയിരിക്കും. ഓക്കെ, വീണ്ടും കോമ്പാക്ട് SUV തന്നെയാണ്. റിനോ കൈഗർ, KL 60, കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആണ് ഇത്. RXT ഓപ്ഷനിൽ RXZ വരുന്നുണ്ട്. RXZ ഇതിന്റെ മേലെ വരുന്നുണ്ട് ഓപ്ഷൻ, ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. എന്താ ഡിഫോഗർ ഇല്ല ബാക്കിൽ? അതായിരിക്കും വ്യത്യാസം. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ്സ് കാര്യങ്ങൾ LED ലൈറ്റ് വരുന്നുണ്ട്. LED എല്ലാം വരുന്നുണ്ട് അല്ലേ?
1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. മാനുവൽ മോഡൽ ഏതാ? 2022 എന്ന് പറയുമ്പോൾ റിനോ എത്ര വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്? കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ 25 5-ാം മാസം വരെ, 2025 5-ാം മാസം വരെ ഇനി ഒരു 1.5 വർഷം വാറണ്ടി ഉള്ള വണ്ടി. ബാക്കി കമ്പനി വാറണ്ടി ബാക്കിയുള്ള വാഹനമാണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഇതും ഒരു 15ൻ്റെ അകത്തായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടല്ലേ? 1 ലിറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടും. ഞാൻ പറയാണ്, എടുക്കുന്നവർ പ്രതീക്ഷിച്ച് വലിയ കൂടുതൽ പ്രതീക്ഷ എടുക്കണ്ട, കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പേഴ്സണലി ഓടിച്ചിട്ടുണ്ട് ഈ ഒരു? ഓടിച്ചിട്ടുണ്ട്. എങ്ങനെ ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ സുഖമാണോ? 1 ലിറ്ററിൻ്റെ ആയതൊരു ലാഗ്, ചെറിയൊരു ലാഗ് ഉണ്ട്. അതേ ഉള്ളൂ. വേറെ ലോഡ് വലിയാത്ത പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ. ഞാൻ ഓടിച്ചത് ഇതിൻ്റെ തന്നെ മാഗ്നൈറ്റ് ഓട്ടോമാറ്റിക്കാണ് ഓടിച്ചത്. CVT അതുപോലെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. ഇത് നോർമലല്ലേ? ടർബോ നോർമലാണ് അല്ലേ? ഓക്കെ. 1 ലിറ്റർ 2022 വാഹനം, RXT ഓപ്ഷനിലാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 45 കൊടുക്കാം. 7,45,000. നമ്മളിപ്പോൾ കാണിച്ച മൊത്തം 7 മുകളിലോട്ടല്ലേ? ഓക്കെ. 7,45 ആസ്കിങ് ആണ്. അതിൽ വില ഇപ്പോൾ പറഞ്ഞതിനുള്ള ഏകദേശം നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ലോൺ ഒരു 6.5 വരെ 3.25 വരെ കിട്ടും. എല്ലാം ഏകദേശം സെയിം ആണല്ലേ? ഓക്കെ. ഇത് വാറണ്ടിയും ബാലൻസ് ഉള്ള വാഹനമാണ്. ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ല? നല്ല മോഡൽ കൂടിയ വണ്ടികളാണ്. ഓക്കെ. അടുത്ത വണ്ടിയിൽ ന്യൂ ഷേപ്പ് ടിയാഗോ KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതേതാ? ടോപ്പിൻ്റെ മോഡൽ XZ+. ഓക്കെ. 2021 മോഡൽ, 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. 21 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 3 വർഷം ആയിട്ടില്ല. 2 വർഷം. ബ്ലൂ കളർ, പുതിയ ഇപ്പം വരുന്ന കളറാണ് ഇത്. ബ്ലൂ അല്ല, പ്ലം എന്നല്ല പറയാ ഇതിന്? പ്ലം. പെട്ടെന്നൊരു ബ്ലാക്ക് പോലെ. ബ്ലൂ ആണോ അതോ പ്ലം ആണോ? അല്ല, ബ്ലൂ ഉണ്ട് തോന്നുന്നു. ബ്ലൂ മിക്സ് സാധനം മനസ്സിലാകുന്നില്ല. പ്ലം എന്നുള്ളൊരു കളർ ഉണ്ട്. അതായത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ള ബ്ലാക്ക് പോലെ. പ്ലം തന്നെയാണിത്. 40,000 ഓടി ഉണ്ടല്ലേ? ഓക്കെ. XZ+ ടിയാഗോ ടോപ്പിൻ്റെ വാഹനമാണ്. ഇപ്പോഴത്തെ ഇതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുന്നുണ്ട്. പുതിയ വാഹനത്തിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന ഹാഷ് ബാക്കിൽ ഏറ്റവും പുതിയ നാഷണൽ ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികളൊന്നും വേണം. ധൈര്യമായിട്ട് ഇല്ല, അടിച്ച് തൂപ്പാനാക്കി വിടും അല്ലേ? 90 സ്പീഡിൽ പോകുന്ന വണ്ടികളാണ്. കുറച്ച് വെയിറ്റുള്ള വണ്ടിയൊക്കെ എടുക്കണം അല്ലേ? ചവിട്ടിയൊക്കെ കിട്ടണം. അതേപോലെ തന്നെ സേഫ്റ്റിയും വേണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോകും. ഓക്കെ. അപ്പോൾ ശരിക്കും നിർബന്ധമാക്കണം, ഗവൺമെൻറ് നിർബന്ധമാക്കണം. എല്ലാ കമ്പനികളും ഇവിടെ അത്രയും സേഫ്റ്റി കൊടുത്തിട്ട് വണ്ടികൾ ഇറക്കാൻ നിർബന്ധമാക്കണം. സ്പീഡല്ലേ പോകാനാണ്. ഓക്കെ. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ക്യാമറ വെച്ചാലും പോകും, എന്തായാലും പോകും. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം ഇത്? നമുക്ക് 5,90,000 കൊടുക്കാം. 5,90,000 രൂപയ്ക്ക് 2021 XZ+ ടിയാഗോ സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഇപ്പോൾ ഇറങ്ങുന്നതിന് ഏകദേശം 8.5 ലക്ഷം രൂപ വരെ ഉണ്ട്. ടോപ്പ് എൻഡിന് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ആ ഒരു 8 ലക്ഷത്തിൻ്റെ റേഞ്ചിലുണ്ടാവില്ല. വലിയ വ്യത്യാസം വന്നിട്ടില്ല അല്ലേ 2 വർഷം കൊണ്ട്? ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം, ഒന്നുമില്ല അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. ഒരു 15 മുതൽ 17 വരെയൊക്കെ മൈലേജ് അത്യാവശ്യം കിട്ടുന്ന സെഗ്മെൻ്റാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ടിയാഗോ ആണ്. ഇത് ഓൾഡ് ഷേപ്പ് KL26 രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 44,000. ഓക്കെ. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ XZ+ ഫുൾ ഓപ്ഷൻ. ടോപ്പിൻ്റെ തന്നെയാണ്. ഓക്കെ. 19, 44,000, 2 വർഷം വാറണ്ടി, RS എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ലെവലിൽ തന്നെ കിട്ടും. ഓക്കെ. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്കിത് 5,500 കൊടുക്കാം. 5,05,000 രൂപ അല്ലേ? ആസ്കിങ്. ഓക്കെ. ചെറിയ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. XZ+ ആണ്. അതിൻ്റെ താഴെ മേലെ വേറെ ഓപ്ഷൻ ഇല്ല. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഓക്കെ. ഒരു 4.5 ലോൺ വരും. അതെ, 4.25 ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 25,000 30,000 കണ്ടാൽ ഫുൾ ഓപ്ഷൻ ടിയാഗോ ആണ്. വലിയൊരു ഓട്ടം പോയിട്ടില്ല. ആ ഒരു വർഷത്തിന് കണക്കായിട്ടുള്ള ഓട്ടം മാത്രമേ ഓടിയിട്ടുള്ളൂ വാഹനം. വേറെ പരിക്കോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് i20 ആണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനുള്ള എലൈറ്റ് i20. നല്ല അടിപൊളി അലോയ്സ് ഇവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? സെറ്റപ്പ് അലോയ്സ് ആണ്. ഓപ്ഷൻ ഏതാ? ഫുൾ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ. ഓപ്ഷനിലാണ് വണ്ടി. 6 എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി. അപ്പോൾ 2018 ആണ് അല്ലേ? 18 മോഡൽ ആസ്റ്റ ഓപ്ഷണൽ വാഹനമാണ്. 2018 മോഡൽ ആസ്റ്റ ഓപ്ഷനിൽ i20 പുതിയ അലോയ്സും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്ത വാഹനം. ഓൾറെഡി ഇതിൻ്റെ അകത്ത് അലോയ്സ് വരും, പക്ഷേ അവർ മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ ആയിട്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ഡീസലോ?
പെട്രോളാണ്. മൈലേജ് പ്രതീക്ഷിക്കേണ്ട മക്കളെ. മൈലേജ് എന്തായാലും ഒരു ഒരു 13-14 വരെയൊക്കെ മാക്സിമം കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 6.5 കൊടുക്കാം. 6,50,000 രൂപയ്ക്ക് 2017 ആസ്റ്റ ഓപ്ഷണൽ i20 ആണ്. എത്രയാണ് ഓട്ടം? ഓട്ടം 56,000 ഓടിയിട്ടുള്ളൂ അല്ലേ? നോർമൽ ഓട്ടമാണ്. ഒരു പെട്രോൾ വണ്ടീൻ്റെ നോർമൽ ഓട്ടം ഓടിയിട്ടുള്ളൂ. അപ്പോൾ 6 ലക്ഷത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൽ വാറണ്ടി ഉണ്ടല്ലോ? 2 ഇയർ വാറണ്ടി കൊടുക്കാം. RC ഉണ്ട് 1 ഇയർ. ലോണും കൂടെ പറഞ്ഞു കൊടുത്തോളൂ. ലോൺ നമുക്കൊരു 5 വർഷത്തേക്ക് കിട്ടും. ഇതൊരു കോമ്പാക്ട് സെഡാൻ വന്നിരിക്കുകയാണ്. KL 33 രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ അമേസ് ആണ് വാഹനം. അമേസിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആണ് അല്ലേ? പറഞ്ഞോളൂ. 2016 മോഡൽ CVT ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ. അമേസ് പണ്ട് മുതലേ CVT ഇറക്കിയിട്ടുണ്ട്. ഓക്കെ. ഹോണ്ടയുടെ CVT തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ. പറഞ്ഞോളൂ എങ്ങനെയാണ് ബാക്കി? 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 2017 പറഞ്ഞേ? 16 സോറി. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എസ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. പക്ഷേ ഹോണ്ട എന്ന് വെച്ചാൽ മിഡിലായാലും ബേസ് ആയാലും ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുക്കുന്ന ഒരു വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും കൊടുക്കും ഓട്ടോമാറ്റിക് ബേസിൽ തന്നെ. ഇതിലിപ്പോൾ മിഡിൽ ഓപ്ഷനാണ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോളും എയർ ബാഗ് വരുന്നുണ്ടോ മിഡിൽ? 2016 സിംഗിൾ എയർ ബാഗിലുണ്ട്. ടോപ്പിലുണ്ടോ? ഓക്കെ. ഇതിലില്ല അല്ല? 17 വരുന്നില്ലല്ലോ. 18 മുതൽ സ്റ്റാർട്ടിങ് അല്ല, ഇതിൽ ടോപ്പ് ഓപ്ഷനിലുണ്ടെന്ന്. ആ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. ഒരു 80-85% ടയേഴ്സ് ബാലൻസ് ഉണ്ട്. ഓട്ടം പറഞ്ഞതിൽ 33,000 ലോ കിലോമീറ്റർ വേണ്ടിയാണ് വാഹനം. ഒരു ഓട്ടോമാറ്റിക്. മൈലേജ് 13-14 കണ്ടാൽ മതി. മാക്സിമം റേഞ്ച് ആണ് പറയുന്നത് മൈലേജിൻ്റെ. അതിൻ്റെ താഴോട്ടായിട്ട് കണ്ടാൽ മതി. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്കിതൊരു 5,70,000 കൊടുക്കാം. 5,70,000 CVT ഓട്ടോമാറ്റിക് 33,000 കിലോമീറ്റർ ഓടിയ 2016 എസ് ഓപ്ഷൻ ഹോണ്ട അമേസ്. കാര്യമായ ഒരു പണികളും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനാണ്. കണ്ണും മൂട്ടിയെടുക്കാം. സ്മൂത്തായിട്ട് ഓടിച്ചു പോകാം. കറക്റ്റ് സർവീസ് മാത്രം ചെയ്തു പോയാൽ മതി. വേറെ ഒന്നുമില്ല അല്ലേ? ടൊയോട്ട ഇതൊക്കെ ഒരുപോലെ തന്നെയാണ്. അത്രയേ ഉള്ളൂ. ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ സെഗ്മെൻ്റാണ്. ബാക്കി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? വാറണ്ടി വരുന്നതാണ്. അല്ലാണ്ട് അടുത്തതും പെട്രോൾ വണ്ടി തന്നെയാണ്. ഹ്യുണ്ടായി i10 നിയോസ് KL 26 രജിസ്ട്രേഷൻ. i10 ബ്രാൻഡിന് ശേഷം വന്ന നിയോസ്. പറഞ്ഞോളൂ. സ്പോർട്സ് ഓപ്ഷൻ 2022. ഇത് ലാസ്റ്റ് ഓപ്ഷനിൽ വരുന്നില്ല. ലാസ്റ്റ് വരെ ഉള്ളൂ. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ബാക്ക് വൈപ്പർ ഇല്ല. അലോയ്സും വരില്ല അല്ലേ? അലോയ്സ് വരുന്നുണ്ട്. എല്ലാം വരും. ബാക്കിയുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ തോന്നുന്നു അല്ലേ? ആ സ്റ്റേറ്റ്. ഓക്കെ. ബാക്കി എയർ ബാഗ് എല്ലാം വരുന്ന വാഹനമാണ്. മോഡൽ 2022 വാറണ്ടി കഴിഞ്ഞോ? ഇല്ല, വാറണ്ടി ഇനിയിപ്പോൾ ഉണ്ട്. 24 സംതിങ് ഉണ്ടാവും അല്ലേ? ഓക്കെ. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. കമ്പനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവരുടെ വാറണ്ടി ഉണ്ടാവും കൂടെ. ഓക്കെ. എത്ര ഓട്ടം? ഇത് 40,000 ഓടിക്കും. 40,000. ഓക്കെ. 2022 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 വർഷം 1.25 വർഷം അല്ലേ? മൈലേജുള്ള വണ്ടിയാണ്. ഓട്ടം പോയിട്ടുണ്ട്. അപ്പോൾ മൈലേജ് ഉള്ളതുകൊണ്ട് സാധാരണ ഗ്രാൻഡിന് 16 വരെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇതിനൊരു 17 വരെ കിട്ടും. ഇതിന് 17 മേലെ കിട്ടുന്നുണ്ട്. 20 മേലെ പറയുന്ന കമ്പനി പറയുന്നത്. അത്ര പറയണ്ട. പേഴ്സണലി ഹ്യുണ്ടായി വണ്ടി ഓടിച്ചെടുക്കാൻ പരിചയമുണ്ട്. അതുകൊണ്ട് അത്ര പറയണ്ട. ഒരു ഫ്ലോയിലങ്ങ് പോയിക്കോട്ടെ. നമുക്കൊരു 17 വരെയൊക്കെ പറയാം. കാരണം ഗ്രാൻഡ് എന്ന് വെച്ചാൽ ഇതിലും കുറച്ചും കൂടി കുറവായിരിക്കും മൈലേജ്. എങ്ങനെയാണ് ഗ്രാൻഡിൻ്റെ മാക്സിമം ആണ് 16 എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം ഒരു 17 വരെയൊക്കെ പറയാൻ പറ്റും. ഓക്കെ. എത്രക്കാ ഇപ്പോൾ? ഇത് നമുക്ക് 6,45 കൊടുക്കാം. 6,45,000 2022 സ്പോർട്സ് 40,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ് നിയോസ്. ഓക്കെ. ലോണ് നമുക്ക് ഇതിന് മാക്സിമം ലോൺ ചെയ്യാം. എത്ര? നമുക്കൊരു മാക്സിമം 6 രൂപ അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മാക്സിമം ചെയ്യാം. എന്തായാലും നിങ്ങൾക്കൊരു 50,000-ന്റെ ഉള്ളിൽ ഇറക്കാം. പുതിയ വണ്ടി ഇറക്കുന്ന പോലെ തന്നെ ഇറക്കാം. അത്രേ ഉള്ളൂ. 2022 വണ്ടിയല്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു ക്വിഡ് വന്നു. റെനോ ക്വിഡാണ്. KL 24 രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഓട്ടോമാറ്റിക് AMT 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഓട്ടോമാറ്റിക് വരുമ്പോൾ 2017 ഓട്ടം എത്ര പോയി? ഓട്ടം 40 സംതിങ് ഓടിക്കും. ലോ കിലോമീറ്റർ ആണ് അല്ലേ? ഓക്കെ. അത്യാവശ്യം പവർ ഉണ്ടാവും. 1000 cc ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർ ഉള്ള സെഗ്മെൻ്റ് ആണ്. ടയേഴ്സൊക്കെ ഓക്കെ, കുഴപ്പമില്ല. ആവറേജ്. സ്റ്റീരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കമ്പനി RXT അല്ലേ വരുന്നത്? RXT ഫോഗ് ലാമ്പ്, എയർ ബാഗ് ഇല്ല? എയർ ബാഗ് ഉണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടെന്ന്. ഓക്കെ. സിംഗിൾ എയർ ബാഗും വരും. 1000 cc വാഹനമാണ്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3,85 കൊടുക്കാം. 3,85,000 രൂപയ്ക്ക് 2017 RXT ഓട്ടോമാറ്റിക്
ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വളരെ മിതമായ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഒരു ക്ലെയിം ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. 2 വർഷത്തെ വാറണ്ടി, 2 വർഷം വാറണ്ടി അല്ലേ? അടിപൊളി. ഓക്കെ, അടുത്ത വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഇതൊരു കിഡ് തന്നെയാണ്, KL 86 രജിസ്ട്രേഷൻ വാഹനം അല്ലേ? 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. 19 സിംഗിൾ ഓണർഷിപ്പ്. ഇത് മാനുവലോ ഓട്ടോമാറ്റിക്? മാനുവൽ വാഹനമാണല്ലോ. 1000 800 1000 cc തന്നെയാണ് മാനുവൽ. അത്യാവശ്യം 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ആയാലും ഒരു 18-19 കിട്ടും എന്തായാലും അല്ലേ? ഓക്കെ. ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വാഹനമാണ്. നിങ്ങളുടെ വാറണ്ടി ഉണ്ടല്ലോ? നമ്മൾ വാറണ്ടി വരുന്നുണ്ട്. എത്ര ഓട്ടം പോയത്? ഓട്ടം 50 സംതിങ്. 19 അല്ല പറഞ്ഞല്ലേ? അതെ 19 മാനുവൽ 1 ലിറ്റർ വാഹനമാണ്. ഓപ്ഷൻ ഏതാ വരുന്നതിൽ? ഓപ്ഷൻ RXT ഫുൾ തന്നെ റിവേഴ്സ് ക്യാം. RXT ഓപ്ഷനിലും വരുന്നുണ്ട്. RXT ഓപ്ഷനിൽ ഇത് RXT പവർ വിൻഡോ, പിന്നെ സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എയർ ബാഗ് വരും. 2 എയർ ബാഗ് വരും. അപ്പോൾ ടോപ്പ് എൻഡ് തന്നെയാണ്. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 4.5 കൊടുക്കാം. 4,50,000 ആസ്കിംഗ് ആണ്. 2019 50,000 കിലോമീറ്റർ ഓടിയ ക്വിഡ് RXT ഓപ്ഷണൽ വാഹനം സ്വന്താക്കാം. ഓക്കെ. വാറണ്ടി ഉണ്ടല്ലോ? നമ്മുടെ 2 വർഷത്തെ വാറണ്ടി, RSA എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് ചെറിയ വാഹനങ്ങളാണ് കാണിച്ചത്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് കാറ്റഗറി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഹാഷ് ബാക്ക് ഉണ്ട്, സെഡാൻ കാറ്റഗറി ഉണ്ട്, കോമ്പാക്ട് SUV സെഗ്മെന്റ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഉള്ളതിൽ നിന്ന് കുറച്ച് എടുത്ത് കാണിച്ചു. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. വാട്സപ്പിലാകുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. വെയിലിങ്ങനെ കണ്ടിലടിച്ചിട്ട് നോക്കാൻ പറ്റുന്നില്ല. അതാണ് വിചാരിക്കണ്ട. ഓക്കെ, ഒന്നും വിചാരിക്കരുത്. അതാണ് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ നോട്ടം കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വിട്ടുപോകരുത്. കിട്ടിയില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അത്രയേ ഉള്ളൂ. എല്ലാം വാട്സപ്പ് നമ്പർ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിലേ നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.